നമസ്കാരം. കണ്ണൂർ വൺ ചാനലിൻ്റെ നല്ല വാക്ക് പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലും ഇന്ത്യയിലും ജനാധിപത്യ ലോകത്ത് നടക്കുന്ന ഒരു വൃത്തികേടിനെ കുറിച്ചാണ്. എന്താണ് ആ വൃത്തികേട്? രാഷ്ട്രീയത്തിൽ കുറേ വൃത്തികേടുകൾ ഉണ്ടാകാം. പക്ഷേ കൂറുമാറ്റം, രാഷ്ട്രീയ മാറ്റം അത് ഓരോ ആളുടെ അവകാശമാണ്. ഒരു മനുഷ്യന് താൻ ഏത് പാർട്ടിയിൽ വിശ്വസിക്കണം, ഏത് മതത്തിൽ വിശ്വസിക്കണം, ഏത് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കണം, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനും പ്രവർത്തിക്കാതിരിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് ഒരാൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് മറ്റൊരു രാജിവെച്ചിട്ട് മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് മാറുന്നത് ഒരു തെറ്റുമില്ല, അതിനവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതിൻ്റെ അടിത്തറ എന്താണ്? ഒരു രാഷ്ട്രീയത്തിന് രണ്ട് അടിത്തറകളാണ്. ഒന്ന് ആശയപരമായ അടിത്തറ, രണ്ട് ആമാശയപരമായ അടിത്തറ. ആശയപരമായ അടിത്തറ എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ മാറ്റിയെടുക്കാൻ, തനിക്ക് ഈ ലോകത്ത് മാറ്റം വരുത്താൻ ഇടപെടാൻ കഴിയണം, തനിക്ക് ഇടപെടാൻ കഴിയണം. സമൂഹത്തിൻ്റെ ചരിത്രം പഠിച്ച്, സമൂഹത്തിൻ്റെ ലോകത്തിൻ്റെ ഗതിവിഗതികൾ പഠിച്ച്, ഭൂതകാലത്തിൻ്റെ അറിവുകളും ഓർമ്മകളിൽ നിന്ന് ഊർജം ശേഖരിച്ചുകൊണ്ട് വർത്തമാന കാലഘട്ടത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് അതിനെ ഉരച്ച് കത്തിച്ച് അതിൻ്റെ വെളിച്ചത്തിൽ ഭാവി കാലത്തെ രൂപപ്പെടുത്തുന്ന മഹത്തായൊരു പ്രക്രിയയാണ് സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. അതിന് തങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾ ഒറ്റക്കൊരാൾക്കൊന്നും കഴിയില്ല. സാമൂഹ്യ മാറ്റം നടത്താൻ കൂടുതൽ ആളുകളെ, ജനങ്ങളെ സംഘടിപ്പിക്കുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ജനങ്ങളെ കർമ്മശേഷിയിലേക്ക് ഇറക്കുകയും ജനങ്ങളുടെ അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ വിഗതികൾ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ആ മഹത്തായ പ്രക്രിയക്കാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്ന് നമ്മളെല്ലാം മനസ്സിലാക്കി വെച്ചത്. രാഷ്ട്രീയ പ്രവർത്തനം ഒരു ജനാധിപത്യ രാജ്യത്തിന് വളരെ നിർണായകവും ആവശ്യവുമായ ഘടകമാണ്. എന്നാൽ ഇപ്പോൾ അടുത്ത കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരുപാട് തകരാറുകൾ വന്നിട്ടുണ്ടാകാം. അതിൽ അഴിമതിയുണ്ടാകാം, അതിൽ സ്വജനപക്ഷപാതമുണ്ടാകാം, അതിൽ ഏകാധിപത്യമുണ്ടാകാം, അതിൽ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളുണ്ടാകാം, അതിൽ മറ്റു അക്രമങ്ങളുണ്ടാവാം, അതിൽ സംഘടനകളുണ്ടാകാം, അതിൽ വ്യക്തിവിരോധങ്ങളും വ്യക്തി ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഉണ്ടാകാം. അതൊക്കെ ഉണ്ടാകാം. ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ സമൂഹത്തിൻ്റെ വികാസത്തിന് രാഷ്ട്രീയം കൂടിയേ തീരൂ. നമ്മൾ രാഷ്ട്രീയക്കാരെ കുറ്റം പറഞ്ഞ് അവസാനം രാഷ്ട്രീയത്തിൽ നല്ല മനസ്സുകളുള്ളവരൊന്നും വരാതെ അക്രമികളും തോന്നിവാസികളും സാഡിസ്റ്റുകളുടെയും അഭയകേന്ദ്രമായി രാഷ്ട്രീയം മാറിയാൽ ഈ രാഷ്ട്രീയക്കാരാണല്ലോ MLA-യും മന്ത്രിയും MP-യും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയായി വരുന്നത്. അപ്പോൾ നല്ല മനുഷ്യരൊന്നും തന്നെ രാഷ്ട്രീയത്തിൽ കടന്നു വരാതെ എല്ലാം ക്രിമിനലുകളുടെ കയ്യിലേക്ക് രാഷ്ട്രീയം വിട്ടുകൊടുത്താൽ ഉണ്ടാകുന്ന ദുരന്തം അതൊരു ദേശീയ ദുരന്തമായി, ഒരു രാഷ്ട്ര ദുരന്തമായി മാറും. അതുകൊണ്ട് രാഷ്ട്രീയത്തിലുള്ള പുഴുക്കുത്തുകളും തെറ്റുകളും ഒക്കെ ഉണ്ടെങ്കിലും രാഷ്ട്രീയം മൊത്തം മോശമാണെന്ന് പറയുന്നത് എലിയെ കൊല്ലാൻ ഇല്ലം ചുടുന്നത് പോലുള്ള ഒരു പ്രക്രിയ ആയിരിക്കും. അത് സമൂഹ വിരുദ്ധ പ്രവർത്തനമായി മാറും. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഈ രാഷ്ട്രീയത്തിൽ ആശയപരമായ ഒരടിത്തറയുണ്ട്. ആ അടിത്തറയുള്ളവർ തമ്മിൽ തർക്കിക്കും. മറ്റൊരു പാർട്ടിയുടെ ആശയം പൂർണ്ണമായി തെറ്റാണ്, എൻ്റെ പാർട്ടിയുടെ ആശയം പൂർണ്ണമായി ശരിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷം രാഷ്ട്രീയ പ്രവർത്തകരും. രണ്ടാമത്തത്, എൻ്റെ സൗകര്യത്തിൽ നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയുന്നത് പോലെ, ഇരുവഴിയിൽ പെരുവഴി നല്ലു എന്ന് പറയും പോലെ, തൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആരുടെ കൂടെ നിന്നാലാണ് ഗുണം കിട്ടുക എന്ന് കരുതിയിട്ട് സ്വാർത്ഥ താല്പര്യത്തിന് അധിഷ്ഠിതമായിട്ട് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരുടെ എണ്ണം ആശയപരമായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരുടേതിനേക്കാൾ വർദ്ധിച്ചു വരുന്നൊരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ ലോകത്ത് ഈ രണ്ട് കാര്യങ്ങളിൽ ആശയപരമായ കാര്യം നിഷേധിക്കുകയും തൻ്റെ താല്പര്യം, തനിക്ക് ലീഡറാവാൻ, തനിക്ക് ബഹുമാനിതനാവാനുള്ളൊരവസരം എവിടെ പോയാലാണ് കിട്ടുക എന്ന് നോക്കുകയും ചെയ്തിട്ട് തെരഞ്ഞെടുപ്പെടുക്കുമ്പോൾ, സമ്മേളനമെടുക്കുമ്പോൾ മാത്രം രാഷ്ട്രീയം മാറുന്ന ഒരു പുതിയ പ്രവണത. തെരഞ്ഞെടുപ്പെടുക്കുമ്പോൾ അതുവരെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് എതിർകക്ഷിയെ വളരെ മ്ലേച്ഛമായിട്ടും
വളരെ വൃത്തികെട്ട രീതിയിലും ആക്ഷേപിക്കുകയും കുറ്റം പറയുകയും തെറി പറയുകയും ചെയ്തൊരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ അത് മുഴുവൻ വിഴുങ്ങിക്കൊണ്ട് തൊട്ടിപ്പുറത്തെ പാർട്ടിയിലേക്ക് കടന്നു വരുന്നു എന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം? ജനങ്ങളത് വിശ്വസിക്കുമോ? ജനങ്ങൾ അവരെ വിശ്വാസത്തിൽ എടുക്കാമോ? സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ എന്ന ജ്ഞാനപ്പാനയിലെ വരികൾ പറഞ്ഞ പോലെ തൊട്ടപ്പുറത്തെ പോയാൽ അവർ ബഹുമാനിതരാകും. തൊട്ടപ്പുറത്തുനിന്ന് ഒരാൾ ഇപ്പുറത്തും ചാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക സുഖമുണ്ടല്ലോ, അതിൽ ബഹുമാനിതരായിട്ട് സ്ഥാനാർത്ഥിത്വം കിട്ടുക എന്നൊരു പ്രവണത അതെല്ലാ പാർട്ടികളിലും ഇപ്പോൾ പുതിയൊരു ട്രെൻഡായി വരികയാണ്. ഇനി ഇതുവരെ ഒരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാത്ത ചില ആളുകൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പാർട്ടിയിൽ വരികയും അവരെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്യും. അതിലൊന്നാണ് സിനിമാ നടന്മാരുടെ കാര്യം. ഇപ്പോൾ തമിഴ്നാട്ടിൽ സിനിമാ നടന്മാർ മുഖ്യമന്ത്രിയും ഒക്കെ ആയത് ചരിത്രമുണ്ട്. പക്ഷെ അവരൊന്നും തന്നെ സിനിമാ നടനായി ഒരു സുപ്രഭാതത്തിൽ മറ്റൊരു പാർട്ടിയിൽ വന്ന് കയറിയവരല്ല. അവർ സിനിമാ നടനായി ഇരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച് വ്യക്തമായ ലക്ഷ്യബോധത്തോടു കൂടി ജനങ്ങളെ ബോധവൽക്കരിച്ച് ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി വരാം. എന്നാൽ ഇപ്പോൾ അടുത്ത കാലത്ത് ചില സിനിമാ നടന്മാർ അവർ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരോടും പുച്ഛം കാണിക്കുകയും എല്ലാ രാഷ്ട്രീയത്തെയും കുറ്റം പറയുകയും ചെയ്ത് എന്നാൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അസംബ്ലിയിലും പാർലമെൻറ്റിലും സ്ഥാനാർത്ഥിയായി വരുന്നു. സ്ഥാനാർത്ഥിത്വം കിട്ടി തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഈ പാർട്ടിയായിട്ട് ഒരു ബന്ധമില്ല. ജയിച്ചു കഴിഞ്ഞാലോ 5 കൊല്ലം MP-യും MLA-യുമായി നിന്ന് അതിൻ്റെ ആനുകൂല്യങ്ങളും അംഗീകാരങ്ങളും ആദരവെല്ലാം ഏറ്റുവാങ്ങി അവസാനം ആ സ്ഥാനം പോയി കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധമില്ല. അതെന്തൊരു രാഷ്ട്രീയമാണ്? അത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം രാഷ്ട്രീയത്തിലേക്ക് വരുന്നവരെ അവരെ ജനങ്ങൾ വിശ്വസിക്കാമോ? രണ്ടാമത്തത്, പാർട്ടി സമ്മേളനങ്ങൾ വ്യാപകമായി നടക്കും. അപ്പോൾ തൻ്റെ പാർട്ടിക്കുള്ളിൽ തനിക്ക് വിമർശനം നേരിടുമ്പോൾ സ്വാഭാവികമായി ജനാധിപത്യത്തിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങാൻ സന്നദ്ധനാവണം ഓരോ രാഷ്ട്രീയ നേതാവ്. താൻ വിചാരിച്ച സ്ഥാനത്ത് തുടരാൻ പറ്റാതിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ടക്കെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഓപ്പോസിറ്റ് പാർട്ടിയിലേക്ക് ചാടുന്നത് ഒരു അത്ഭുതകരമാണ്. തലേ ദിവസം വരെ തൻ്റെ പ്രസ്ഥാനത്തിൻ്റെ അഭിമാനമായിട്ട് ഉയർത്തിപ്പിടിച്ച ആദർശങ്ങൾ മുഴുവൻ വിഴുങ്ങിയിട്ട് ഇതുവരെ താൻ എന്താണോ എതിർത്തുകൊണ്ടിരുന്നത് അതിൻ്റെ പക്ഷത്ത് കയറി നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, അതുപോലൊരു അശ്ലീലം ലോകത്ത് വേറെയില്ല. മറ്റൊരു കാര്യം, അതിനേക്കാൾ ഏറ്റവും ഭീകരമായൊരു അശ്ലീലമാണ് ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിച്ച് ജനങ്ങളുടെ വോട്ട് വാങ്ങി MLA-യും MP-യും ആയി കഴിഞ്ഞിട്ട് ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് കാശു വാങ്ങിയിട്ട് മറുപക്ഷത്തേക്ക് ചാടുന്നവരുണ്ടല്ലോ. അവരൊക്കെ മനുഷ്യരെന്ന് പറഞ്ഞ് നടക്കേണ്ട കാര്യമൊന്നാണ്. അത്തരക്കാരെ ജനങ്ങൾ വീണ്ടും വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ജനത്തിനെന്തോ അബദ്ധം പറ്റിയിട്ടില്ലേ? അതുകൊണ്ട് രാഷ്ട്രീയം മാറുന്നത് തെറ്റൊന്നുമില്ല. ആ മാറണമെങ്കിൽ ഞാൻ ഇതുവരെ വിശ്വസിച്ചിരുന്ന പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾക്ക് ഇന്ന കുഴപ്പമുണ്ട്. അത് കൃത്യമായി നമ്മൾ വിചാരിച്ച ഉദ്ദേശത്തിൽ ഈ സമൂഹത്തെ മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് കുറച്ചുകൂടി നല്ലതാണ് ആ അപ്പുറത്തെ രാഷ്ട്രീയ പാർട്ടി എന്ന് മനസ്സിലാക്കി മാറുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി പെട്ടെന്ന് രാഷ്ട്രീയം മാറുകയും തലേ ദിവസം വരെ തെറി പറഞ്ഞിരുന്ന ആ ആളുകൾ, പാർട്ടിക്കാർ അയാളെ എടുത്ത് തലയിൽ വെച്ച് നടക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഓക്കാനം വരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ പോകുന്നവരെ ബഹുമാനിതരാക്കുന്ന ജനങ്ങളും അവരെ സ്വീകരിക്കുന്ന ഇതര പാർട്ടിക്കാരും എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ വരുന്നവരെ പരിഗണിക്കില്ല എന്നൊരു സമീപനമെടുത്താൽ, അത്തരക്കാർക്ക് വോട്ട് ചെയ്യില്ല എന്നൊരു സമീപനമെടുത്താൽ, രാഷ്ട്രീയമെന്ന സാമൂഹ്യ സേവനത്തിൻ്റെ, മനുഷ്യസ്നേഹത്തിൻ്റെ, രാജ്യസ്നേഹത്തിൻ്റെ ആ ഏറ്റവും ഫലപ്രദമായ മാർഗത്തെ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾക്ക് ഞങ്ങൾ കൂടെ നിൽക്കില്ല, അവരുടെ കൂടെ നിൽക്കില്ല എന്ന് ജനങ്ങൾ തീരുമാനമെടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് രാഷ്ട്രീയത്തിലുള്ള കൂടുമാറ്റം അത് ആദർശാധിഷ്ഠിതമായിരിക്കണം, ആശയാധിഷ്ഠിതമായിരിക്കണം. അല്ലാതെ ആമാശയാധിഷ്ഠിതമായി മാറരുത്
എനിക്ക് നാണമുണ്ട് എൻ്റെ നാട് നന്നാവാത്തതിൽ, എനിക്ക് നാണമില്ല എൻ്റെ നാട് ഞാനും നന്നാക്കാത്തതിൽ എന്ന കുഞ്ഞുണ്ണി മാഷുടെ കവിത ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. പൊളിറ്റിക്സ് ഇങ്ങനെ പൊളിയാനെന്ത് കാരണം? കുഞ്ഞുണ്ണി മാഷുടെ മറ്റൊരു കവിത, പൊളിറ്റിക്സ് ഇങ്ങനെ പൊളിയാൻ കാരണം, പൊളിയാവുക കാരണം, കളവാവുക കാരണം. രാഷ്ട്രീയത്തിന് അദ്ദേഹം ഒരു ഫുൾ ഫോം കണ്ടുപിടിക്കുന്നുണ്ട്. രാക്ഷസനിൽ നിന്ന് രാ, ദുഷ്ടിൽ നിന്ന് ഷ്ട, പീറയിൽ നിന്ന് റ, ഈച്ചയിൽ നിന്ന് ഈ, മായം യത്തിൽ നിന്ന് യം ചേർത്ത രാഷ്ട്രീയം. ഇങ്ങനെ ആയതിൻ്റെ കാരണം, രാഷ്ട്രീയം മൊത്തത്തിൽ ഇങ്ങനെ മോശമാണെന്ന് വരുത്തി തീർത്താൽ ഉണ്ടാകുന്ന ദുരന്തം രാഷ്ട്രം മൊത്തം മോശമായി തീരും. അതുകൊണ്ട് നല്ല രാഷ്ട്രീയക്കാരെ, നല്ല മനുഷ്യരെ, നിസ്വാർത്ഥ സേവകരെ തിരിച്ചറിയുവാനും അവരെ പ്രൊമോട്ട് ചെയ്യുവാനും ജനങ്ങൾ വിവേചന ശക്തി ഉപയോഗിക്കുന്ന കാലത്ത് മാത്രമേ നമ്മുടെ രാഷ്ട്രീയം അത് കളങ്കരഹിതമായി പരിശുദ്ധമായി മാറുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് നല്ല ജനാധിപത്യത്തിൽ നല്ല രാഷ്ട്രീയ ബോധത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോകാൻ ജനങ്ങൾ ബോധവൽക്കരണം, സ്വയം ബോധം ഉണ്ടാക്കുന്നവരായി മാറണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നല്ല വാക്ക് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.